ഇവിടെ നമ്മൾ പറയണത് ഒരു മെമ്മോയറാണ്, എന്താ പറയാ, ഒരു ഡയറിയാണ്. ആ ഡയറിയിൽ അന്ന് അവിടെ ഉണ്ടായ ചില സംഗതികൾ ഇവിടെ നമ്മളോട് പറയാണ്. ഡയറി എഴുതിയിട്ടുള്ള ആള് അദ്ദേഹം ആരാണ്? ഒരു കവിയും കൂടിയാണ്. അപ്പൊ അദ്ദേഹം കവിയായ കാരണം കൊണ്ട് അദ്ദേഹത്തിന് എന്ത് ചെയ്തു കിട്ടി എന്നാ പറയണത്? ഇളവ് കിട്ടി എന്നുള്ളതാണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കുന്ന കാര്യം. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണല്ലോ നമ്മൾ പറഞ്ഞത്. ഒരു സംശയമില്ലല്ലോ? ഓക്കെ, നോക്കൂ. കാണാണ്ടല്ലോ അല്ലെ? പുസ്തകം കാണാണ്ടല്ലോ എല്ലാവർക്കും? വലിയ നിങ്ങളുടെ അതില് നോക്കൂ. അപ്പൊ इതാണ് നമ്മൾ പറഞ്ഞു നടത്തിയത് അല്ലേ? केर्नल ने उनको भी घर जाने की इजाजत दे दी। इस तरह कविता के कारण उस रोज गरीब 50 आदमियों की जाने बच गई. അങ്ങനെ 50 ആൾക്കാരോളം ആളുകളുടെ ജീവൻ അന്ന് രക്ഷിക്കാൻ സാധിച്ചു. ഇനി हम गली वाले ने तो किसी तरह अपने प्राण बचा लिए, मगर मैं उन हजारों अभागे दिल्ली वालों के बारे में क्या कहूं. അങ്ങനെ ഗലി വാലോനെ തോ കിസി തരഹ് അപ്നെ പ്രാൺ ബച്ചാലിയെ. അങ്ങനെ ഈ ഗലിയിലുള്ള ആളുകൾക്ക് എങ്ങനെയൊക്കെയോ അവർക്ക് അവരുടെ പ്രാണൻ രക്ഷിക്കാൻ കഴിഞ്ഞു. മഗർ മേം, പക്ഷെ മഗർ മേം എങ്കിലും ഉൻ ഹസാരവും അബാഗേം ദില്ലി വാലോം കെ ബാരേ മേം ക്യാ കഹൂ. അതായത് ഞങ്ങളുടെ തെരുവിലുണ്ടായിരുന്ന 50ഓളം ആളുകളുടെ ജീവൻ ഈ കവിതയുടെ, ഞാൻ കവിത എഴുതുന്ന ആളായത് കൊണ്ട് രക്ഷപ്പെട്ടു. പക്ഷേ പിന്നെയും ഒരുപാട് ആളുകൾ എന്ന് പറഞ്ഞാൽ ഇവിടെ പറയണത് എന്താ? ഹസാരവും, ആയിരക്കണക്കിന് ആളുകൾ. എങ്ങനെയുള്ള ആളുകൾ? അഭാഗ്യം, ഭാഗ്യമില്ലാത്തവർ, നിർഭാഗ്യവാന്മാരായിട്ടുള്ള, അല്ലെ? ദില്ലി വാലോം കെ ബാരേമേം ക്യാ കഹൂം, നിർഭാഗ്യവാന്മാരായിട്ടുള്ള, ഡൽഹിക്കാരായിട്ടുള്ള അല്ലെ ആളുകളുടെ കാര്യത്തെ കുറിച്ച് എന്ത് പറയും? ജോ ഹവാലാത്ത് ഓർ ഖൈദ് ഖാനെ മേ ബന്ദ് കർ ദിയേ ഗയേ. ഈ ആളുകളുടെ ഒരു പ്രശ്നം എന്താ വെച്ചാല്, അവര് ഒന്നുകില് എന്താ ചെയ്യാ? അവരെ ആദ്യം എന്ത് ചെയ്യും? ജോ ഹവാലാത്ത്, ആദ്യം അവരെ കസ്റ്റഡിയിലെടുക്കും. ഹവാലാത്ത്. ഓർ പിന്നെയോ ഖൈദ് ഖാനേമേം ബന്ദ് കർ ദിയേ. ഖൈദ് ഖാനേമേം, ജയിൽ മുറികൾ അവരെ എന്ത് ചെയ്യും? ബന്ദ് കർ ദിയേ, അവരെ അടച്ചിടും. ഗയതേ ജയിൽ ഷഹർ സേ ബാഹർ ദി. ഈ ജയിൽ എവിടെയാ? ജയിൽ എന്ന് പറയുന്നത് ഷഹർ കെ അല്ലെ? എന്താണ്? ഷഹർ സേ ബാഹർ. പട്ടണത്തിന്റെ പുറത്താണ് ജയില്. ഓർ ഹവാലാത്ത് ദില്ലി കെ ഭീത്തർ. അതേസമയം ഹവാലാത്ത് എവിടെയാ? ഹവാലാത്ത് ദില്ലി കെ ഭീത്തർ. അത് ഈ കസ്റ്റഡിയിൽ കിടക്കുക എന്ന് പറയുന്നത് അത് ഡൽഹിയിലാണ്. കസ്റ്റഡിയിൽ എടുക്കുന്നത് ഡൽഹിയിൽ വെച്ചിട്ട്. എന്നിട്ട് ഈ കസ്റ്റഡിയിൽ എടുത്ത ആൾക്കാരെ ഡൽഹിയുടെ പുറത്തുള്ള ജയിലിൽ കൊണ്ടുപോയി അടയ്ക്കുന്നു. ഇൻ ദോനോം ഹി ജഗഹോമേം ബേശുമാർ ബേഗുനാഹോം കോ टूस कर भर दिया गया था. इस कदर भर दिया गया कि लगता था आदमी के भीतर आदमी समाया जा रहा हो. सांस लेने में भी दिक्कत हो रही थी. इन दोनों ही कैद खानों के बंदियों को बाद में फांसी दे दी गई. नहीं मालूम कितने लोग अല്ലെ, കിത്തനെ ലാഖ് ലോഗ് മാർ ഡാലേ ഗയേ. അപ്പോ ഇവിടെ അന്നത്തെ ഒരു ഭീകരമായ അവസ്ഥയെ കുറിച്ചിട്ടാണ് ഈ വർണ്ണിക്കുന്നത്. അന്ന് അല്ലെ എന്താണ് ബ്രിട്ടീഷുകാര് ഇന്ത്യക്കാരോട് ചെയ്തിട്ടുള്ള ഭീകരമായിട്ടുള്ള കുറെ കാര്യങ്ങൾ.
എന്തൊക്കെയാ ആ കാര്യങ്ങൾ? ഇതാ കേൾക്കൂ, നോക്ക. इन दिनों ही जगहों में बेशुमार बेगुनाहों को टूस टूस कर भर दिया गया था. इन दोनों ദിനോ അല്ല, ഇൻ ദോനോം ഹി ജഗഹോമേം, ഈ രണ്ട് സ്ഥലങ്ങളിലും, ഈ ദോനോം ഹി ജഗഹോമേം, ഈ രണ്ട് പ്രദേശങ്ങളിലും ബേശുമാർ ബേഗുനാഹോം കോ, ബേശുമാർ ബേഗുനാഹോം കോ, എങ്ങനെയുള്ള ആളുകളെയാ? ബേശുമാർ, നിരപരാധികളായിട്ടുള്ള ആൾക്കാര്. നിരപരാധികളായിട്ടുള്ള ആൾക്കാര്. അതായത് എന്താ പറയാ, ഒരുപാട് അസംഖ്യം നിരപരാധികളായിട്ടുള്ള ആൾക്കാർ എന്ന് വെച്ചാൽ കുറ്റം ചെയ്തിട്ടില്ല അവരൊന്നും. ഇവരൊക്കെ ഇന്ത്യക്കാരായി എന്നുള്ള ഒറ്റ കുറ്റമുള്ളൂ. ഇന്ത്യക്കാരെ അവരവരുടെ രാജ്യത്താണ് ഈ താമസിക്കുന്നത്. ആ രാജ്യത്ത് വന്നിട്ടാണ് ഈ അക്രമം കാണിക്കുന്നത്. അപ്പോ നിരപരാധികളായിട്ടുള്ള ആൾക്കാരെ അവരെന്താ ചെയ്യണത്? ബേശുമാർ ബെഗുനാഹും കോ ടൂസ് ടൂസ് ബർ ദിയാ ഗയാദാ, അവരെയൊക്കെ എന്താ പിടിച്ചു കൊണ്ടുപോയിട്ട്, അസംഖ്യം നിരപരാധികളെ കൊണ്ടുപോയിട്ട് എന്ത് ചെയ്തു? ബർ ദിയാ ഗയാ, ഇസ് ഖദർ ബർ ദിയാ ഗയാ കി ലഗ്താദാ, അവരെയൊക്കെ പിടിച്ചു കൊണ്ടുപോയിട്ട് കൂട്ടിയിട്ടിട്ട്, എന്താണ്, ജയിലിൽ കൊണ്ടുപോയിട്ട് കൂട്ടിയിടുക ചെയ്യുന്ന ഒരു കാര്യമാണ്. ജയിലിൽ കൊണ്ടുപോയിട്ട് എന്ത് ചെയ്യുന്നു? അവരെ കൂട്ടിയിടുന്നു. പിന്നെ ചെയ്യുന്ന കാര്യം എന്താ പറയണത്? നമ്മള് എന്താണ് റിനോ, കേട്ടില്ല മാഷ്? വല്ലതും പറഞ്ഞാ? ഒരു മിനിറ്റ് നോക്ക്. അവരെ കൊണ്ടുപോയിട്ട് കൂട്ടിയിടുകയാണ്. എവിടെ കൊണ്ടുപോയിട്ടാ കൂട്ടിയിടുന്നേ? എവിടെ? ജയിലുകളിൽ കൊണ്ടുപോയിട്ട് അവരെ കൂട്ടിയിടുന്നു. ആരെയാ കൂട്ടിയിടുന്നേ? നിരപരാധികളായിട്ടുള്ള ആൾക്കാരെ. കഷ്ടം. കൂട്ടിയിടുക എന്ന് മാത്രമല്ല, നിരപരാധികളായിട്ടുള്ള ആൾക്കാരെ മുഴുവനും എന്താണ്, ജയിലുകളിൽ കൊണ്ടുപോയി കുത്തി നിറയ്ക്കാണ്. എങ്ങനെ കൂട്ടിയിടുന്നത്? വെറുതെ കൂട്ടിയിടല്ലേ, കുത്തി നിറയ്ക്കുക. ഡൂസ് ഡൂസ് കർ ബർ ദിയാ ഗയാ, इस कदर भर दिया गया कि लगता था आदमी के भीतर आदमी समाया जा रहा हो. എങ്ങനെ ആൾക്കാരെ കൂട്ടിയിടുന്നത്? ആദ്മി കെ ഭീത്തർ, ആദ്മി, ആളുകളുടെ മുകളിൽ ആളുകൾ, അല്ലെ? നമ്മൾ ചാക്കൊക്കെ അടുക്കി വെക്കില്ലേ? അതുപോലെ ആൾക്കാരെ കുത്തി നിറയ്ക്കുകയാണ് ചെയ്യണത്. സാസ് ലേനെ മേ ബി ദിക്കത്ത് ഹോ രഹി തീ, ആളുകൾ കഷ്ടപ്പെട്ടു. എങ്ങനെ കഷ്ടപ്പെട്ടു? സാസ് ലേനെ മേ ബി, ശ്വാസം എടുക്കാൻ പോലും, ദിക്കത്ത് ഹോ രഹി തീ, ശ്വാസം എടുക്കാൻ പോലും അവർക്ക് പറ്റാതെയായി. അത്രയ്ക്കും ആളുകൾ ബുദ്ധിമുട്ടി എന്നാ പറഞ്ഞത്. इन दोनों ही कैद खानों के बंदियों को बाद में फांसी दे दी गई. ഈ ആളുകൾക്ക് എന്താ, ഖൈദ് ഖാനോം കി ബന്ദിയോം കോ ബാദ് മേ, ഈ രണ്ടാളുകൾക്ക് പിന്നീട് എന്താ പറയുക, ഫാസി ദേ ദീ ഗൈ,
അവർക്ക് പിന്നീട് മരണശിക്ഷ, അവരെ തൂക്കിലിടുന്ന പറഞ്ഞത്. ഇങ്ങനെ ശ്വാസം വിടാൻ പോലും പറ്റാത്ത വിധത്തിൽ ഇവരെ കൊണ്ടുപോയി ജയിലിലിട്ടിട്ട് ഈ തടവുകാരെ പിന്നീട് കൊണ്ടുപോയിട്ട് തൂക്കിക്കൊല്ലും. അതായത് 2 തവണ കൊല്ലണ പോലെ ഇപ്പോ ചുരുക്കം പറഞ്ഞു. ആദ്യം തന്നെ കൊണ്ടുപോയിട്ട് തൂക്കിക്കൊന്ന എത്ര പ്രശ്നമില്ല. ഇതങ്ങനെയാണ്. നോക്കുക, നെഹിമാരും കിത്തനെ ലാഖ് ലോഗ് മാർ ഡാലേ ഗയേ. ആർക്കും പറയാൻ സാധിക്കില്ല. എന്ത് പറയാൻ സാധിക്കില്ല? കിത്തനെ ലാഖ് ലോഗ്, എത്ര ലക്ഷക്കണക്കിന് ആളുകളാണ് മാർ ഡാലേ ഗയേ, കൊല്ലപ്പെട്ടത് എന്ന് ആർക്കും പറയാൻ സാധിക്കില്ല. दिल्ली में अब कुछ ही 1000 लोग बचे होंगे, बाकी सब अंग्रेजों के गुस्से का शिकार हो गई। बच्चे सिर्फ वे जो दिल्ली में भाग गए, वे लोग खुशी किस्मत दे, वरना उन्हें भी फांसी दे दी जाती। दिल्ली में रहना ही उन दिनों मानो अपराध हो गया था. ഇന്നത്തെ അവസ്ഥയെ പറഞ്ഞത്. ദില്ലി മേ അബ് കുച്ച് ഹി 1000 ലോഗ് ബച്ചെ ഹോങ്കെ. ദില്ലിയില് ഇപ്പോ കുച്ച് ഹി 1000, ഏതാനും 1000 ആളുകൾ മാത്രമാണ് ബച്ചെ ഹോങ്കെ, രക്ഷപ്പെട്ടിട്ടുണ്ടാവുള്ളൂ. ദില്ലിയില് വളരെ കുറച്ച് ആളുകൾ മാത്രമേ രക്ഷപ്പെട്ടിട്ടുണ്ടാവുള്ളൂ. ബാക്കി എല്ലാവരും എന്താ? अंग्रेजों के गुस्से का शिकार हो गई. अंग्रेजों के गुस्से का शिकार हो गई. ഈ ഇംഗ്ലീഷുകാരുടെ എന്താ ഈ അക്രമം അല്ലെ, അവരുടെ ഈ പീഡനത്തില് ശിക്കാർ ഹോ ഗയ്, അതായത് ഇവരെയൊക്കെ ബാക്കിയുള്ള ആൾക്കാരെയൊക്കെ എന്ത് ചെയ്തു? തൂക്കിക്കൊന്നു. ബച്ചേ സിർഫ് വേ, ബച്ചേ സിർഫ് വേ അല്ലെ, ബെജെ സിർഫ് വേ. ബെജെ എന്ന് പറഞ്ഞാൽ എന്താ? രക്ഷപ്പെട്ടവർ അവർ മാത്രമാണ്. സിർഫ് വേ അവർ മാത്രം. ആര്? ജോ ദില്ലി സെ ഭാഗ് ഗയേ. ആരാണ് രക്ഷപ്പെട്ടവർ? ജോ ദില്ലി സെ ഭാഗ് ഗയേ, ദില്ലിയിൽ നിന്ന് ഒളിച്ചോടിപ്പോയവർ മാത്രമാണ് രക്ഷപ്പെട്ടത്. വേ ലോഗ് എന്താണ്? കുശ് കിസ്മത്ത് ഹേ ധേ. ആ രക്ഷപ്പെട്ട ആളുകളുടെ അവസ്ഥ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് അവര് കുശ് കിസ്മത്ത് ദേ, അവര് ശരിക്കും പറഞ്ഞാൽ ജീവൻ അവർക്ക് കിട്ടി. ജീവൻ കിട്ടി. വർണ ഉനേബി ഫാസി ദേ ദീ ജാതി. അവർക്ക് ജീവൻ കിട്ടി. എന്തുകൊണ്ട് ജീവൻ കിട്ടി? അവര് അവിടെ നിന്ന് ഓടിപ്പോയത് കൊണ്ട് അവർക്ക് ജീവൻ കിട്ടി. അവർ ഓടിപ്പോയില്ലായിരുന്നെങ്കിൽ എന്ത് സംഭവിച്ചേനെ? ഉനേബി അവരെയും എന്ത് ചെയ്യുമായിരുന്നു? ഫാസി ദേ ദീ ജാതി, തൂക്കിക്കൊല്ലുമായിരുന്നു. ഫാസി എന്ന് പറഞ്ഞ തൂക്കിക്കൊല്ലുമായിരുന്നു എന്നാ പറയുന്നത്. അവരെ കൂടി തൂക്കിലിടുമായിരുന്നു. दिल्ली में रहना ही उन दिनों मानो अपराध हो गया था. दिल्ली में रहना ही, ദില്ലിയിൽ ജീവിക്കുക എന്ന് പറഞ്ഞത് ഉൻ ദിനോം ആ ദിവസങ്ങളിൽ, മാനോം അപരാധ് ഹോ ഗയാത. ദില്ലിയിൽ ജീവിക്കുക എന്ന് പറഞ്ഞത് ആ ദിവസങ്ങളില് എന്തായിരുന്നു? അപരാധ്, വലിയ കുറ്റമായിരുന്നു എന്നാ പറഞ്ഞത്. വലിയ കുറ്റം. ഓക്കെ, ദില്ലിയിൽ ജീവിക്കുക എന്ന് പറയുന്നത് വലിയ കുറ്റമായിട്ടാണെന്ന് കണക്കാക്കിയിരുന്നു. दिल्ली में रहना ही अपराध गया था. इनी അടുത്ത ഭാഗം. मेरी पहचान का बिस्ती का चिराग अली, बेहद सीधा आदमी, रोज सुबह शाम नहर का पानी अपनी मश्क में भरता और अल्लाह के गुण गाता हुआ सड़कों में सींचा करता. खाने के लिए जो भी रूखी सूखी मिल जाती उसी को गले के नीचे उतार अपने के मग्न रहता. ഇനി ഇവിടെ ഞാൻ വേറൊരു കഥയാണ് പറയാൻ പോണത്. അതായത് എന്താണ് അന്നത്തെ ദില്ലിയിലത്തെ ഒരു അവസ്ഥയാണ് ഇനി പറയാൻ പോണത്. നോക്കൂട്ടാ, എന്താണ് ഇത്? കേട്ടോളൂ. മേരി പഹചാൻ കാ ബിസ്തിദ. അപ്പോ എന്റെ അറിവിലുണ്ടായിട്ടുള്ള ഒരു കാര്യം, മേരി പഹചാൻ,
ബിസ്തീത പകച്ചാൽ ഞാൻ മനസ്സിലാക്കി എൻ്റെ അറിവിലുണ്ടായിരുന്ന ഒരു കാര്യം, അറിവിലുള്ള ഒരു കാര്യം. എന്താണ് ആ കാര്യം? എൻ്റെ അറിവിൽപ്പെട്ട ഒരു ആള്, അയാളുടെ പേരാണ് ചിരാഗലി എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. എന്താണ് അദ്ദേഹത്തിന്റെ പേര്? ചിരാഗലി. അപ്പൊ എൻ്റെ അറിവിലുള്ള ഈ ചിരാഗലി എന്ന് പറയുന്ന ആളുടെ പ്രത്യേകത എന്താ വെച്ചാൽ ബിസ്തീഖ. അദ്ദേഹം എങ്ങനെയുള്ള ആളാ? ബേഹത്ത് സീത ആത്മിയാണ് അദ്ദേഹം. ബേഹത്ത് സീത ആത്മി. എന്താ ബേഹത്ത് സീത ആത്മി എന്ന് പറഞ്ഞാൽ വെള്ളം ചുമക്കുന്ന ആളാണ് അത്ര. പണ്ടത്തെ കാലത്തൊക്കെ, ഇത് എത്ര വർഷം മുന്നത്തെ കഥയാണെന്നുള്ളത് ആലോചിക്കണം. 1857 എന്ന് പറയുമ്പോ എത്ര വർഷമായി? ഏകദേശം ഒരു 150 വർഷമായി ഉണ്ടാവും. 57 എന്ന് പറയുമ്പോൾ 150 അല്ല, 175 വർഷത്തോളമായി ഉണ്ട് അല്ലേ? 1857 എന്ന് പറയുമ്പോ 175 വർഷം മുന്നത്തെ കഥയെ പറയണം. അപ്പൊ അന്നൊക്കെ ആളുകള് അന്നത്തെ റോഡ് ഇന്നത്തെ റോഡ് പോലെയൊന്നല്ല, ചെറിയ ഒരു തടവഴി അല്ലേ, ചെറിയ കാളവണ്ടിയും കൈവണ്ടിയും ഒക്കെ പോകുന്ന റോഡുകളൊക്കെ മണ്ണിട്ട വഴി. അപ്പൊ ആ വഴിയിലൊക്കെ ആളുകൾ ചിലപ്പോൾ പൊടി പാറാതിരിക്കാൻ വേണ്ടി വെള്ളം ഒഴിച്ചിട്ടുണ്ടാവും. അപ്പൊ അങ്ങനെ വെള്ളം ഒഴിക്കുന്ന ആളായിരുന്നു ആര്? ചിരാഗരി. ബേഹത്ത് സീതാജ്ഞി, വെള്ളം ചുമക്കുന്ന ആള്. ബേഹത്ത് സീതാജ്ഞി, വെള്ളം ചുമട്ടുകാരൻ. रोज सुबह शाम नहर का पानी अपने मशक में भरता और अल्लाह के गुण गाता हुआ सड़कों को सींचा करता. ഇയാള് ചെയ്യുന്ന കാര്യമാണ് ഈ പറഞ്ഞത്. ബേഹത്ത് സീതാത്മി അദ്ദേഹം എന്ത് ചെയ്യുന്നു? റോസ് സുബഹ് ഷാം നഹർ ക. സുബഹ് ഷാം, പുലർച്ചെ. റോസ് സുബഹ് എന്ന് പറഞ്ഞാൽ അതിരാവിലെ മുതൽ, ഷാം നഹർ വൈകുന്നേരം വരെ എന്താ ചെയ്യാ? നഹർ കാ പാനി. നഹർ കാ പാനി എന്ന് പറഞ്ഞാൽ അവിടെ ആ പരിസരത്തുള്ള ഒരു തോട്, വെള്ളം ഒഴുകുന്ന ഒരു തോടുണ്ട്, ഒരു കനാല്. അതിൽ നിന്ന് പാനി, അതിൽ നിന്ന് പാനി വെള്ളം എടുത്തിട്ട്, അപ്പൊ ഇനി മശക്കുമേം എന്ന് പറഞ്ഞാൽ വെള്ളം കൊണ്ടുപോകുന്ന പാത്രം, ഈ തുകിലിന്റെ പാത്രം, തുലി മറ്റേ ലെതറിന്റെ ഒരു പാത്രം, ആ പാത്രത്തിൽ വെള്ളം കോരിയിട്ട് ബർത്താ ഓർ അല്ലാഹ് കെ ഗുൺ ഗാത്താ ഹുവാ സടക്കോ മേ സീഞ്ച കർത്ത. അദ്ദേഹം ഈ വെള്ളം കോരി ചുമലിൽ വെച്ചിട്ട് അദ്ദേഹം ഇങ്ങനെ എന്ത് ചെയ്യും? സടക്കോ മേ സീഞ്ച കർത്ത. സടക്കോ എന്ന് പറഞ്ഞാൽ റോഡിൽ പോയിട്ട് എന്ത് ചെയ്യും? സീഞ്ച കർത്ത, റോഡിൽ കൊണ്ടുപോയിട്ട് ഒഴിക്കും. സീഞ്ച കർത്ത, നാട്ടുകാർക്ക് ഉപകാരം ചെയ്യുന്ന ആളാണ്. അങ്ങനെ റോഡിൽ ഒഴിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ പണി എന്താ? അല്ലാഹ് ഗുൺ ഗാത്ത. അല്ലാഹ് ഗുൺ ഗാത്ത. അല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരാ? ദൈവം. ദൈവത്തിന്റെ ഗുണം അദ്ദേഹം എന്ത് ചെയ്യും? ഇങ്ങനെ പാടുമെന്നാ പറയുന്നത്. ദൈവത്തിനെ കുറിച്ച് ഇങ്ങനെ അദ്ദേഹം ഓരോ പാട്ടൊക്കെ പാടിയിട്ടാണ് ഇതൊക്കെ ചെയ്യാന്നാ പറയുന്നത്. ഖാനെ കെ ലിയെ ജോ ബി സൂഖി റൂഖി മിൽ ജാത്തി ഉസി കോ ഗലെ കെ നീച്ചെ ഉത്താർ അപ്പനെ മേ മഗ്ന രഹ്താ. ഇനി അദ്ദേഹത്തിന് ഭക്ഷണം കഴിക്കാനൊന്നും അത്ര നിർബന്ധമില്ല. നല്ല നല്ല ഭക്ഷണം വേണമെന്നോ, നമ്മുടെ ഇന്നത്തെ പോലെ കൂട്ടാൻ ചോവില്ല എന്ന് പറഞ്ഞ് ചോറിനാണ്ടിരിക്കുക, അങ്ങനത്തെ പരിപാടിയൊന്നുമില്ല. അദ്ദേഹത്തിന്റെ അവസ്ഥ നോക്കുക. ഖാനെ കേലിയെ, കഴിക്കാനായിട്ട്, ജോബി, എന്ത് കിട്ടിയാലും. അതെങ്ങനത്തെ? റൂക്കി സൂക്കി, അതെ, റൂക്കി സൂക്കി, അതായത് ഉണങ്ങി വരണ്ട എന്ത് കിട്ടിയാലും, അതിപ്പോ ഒരു ബ്രെഡാ അല്ലെങ്കിൽ റൊട്ടി, അങ്ങനെ എന്ത് കിട്ടിയാലും. അല്ലെ, മിൽ ജാതി ഉസീക്കോ ഗലേക്കെ നീച്ചെ ഉത്താർ, അതിനെ കഴുത്തിന്റെ ചുവട്ടിലേക്ക് ഉത്താർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? കഴുത്തിന്റെ ചുവട്ടിലേക്ക് ഇറക്കുക എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? അതിനെ തിന്നും, അത് തിന്നും. അദ്ദേഹം കഴിച്ച് ചവച്ച് തിന്നും. നല്ല കൂട്ടാൻ വേണമെന്നൊന്നുമില്ല അദ്ദേഹത്തിന്. എന്നിട്ട് അപ്പനെയും മകനെ രഹത്ത, എന്നിട്ട് അങ്ങനെയൊക്കെ ചെയ്തിട്ട് സ്വന്തം കാര്യം മാത്രം, അതായത് വേറൊരാളുടെ കാര്യത്തില് കയറിയിട്ട് അഭിപ്രായം പറയാനൊന്നും പോവില്ല. ഇതൊക്കെ കഴിച്ചിട്ട്, കിട്ടണത് കഴിച്ചിട്ട് ഇങ്ങനെ ജീവിക്കുക എന്നൊക്കെ പറയില്ലേ, അങ്ങനത്തെ ഒരു മനുഷ്യൻ. കിട്ടുന്ന സമയം മുഴുവനും നാട്ടുകാർക്ക് വേണ്ടിയിട്ട് വെള്ളം കോരിയിട്ട് എന്ത് ചെയ്യും? റോട്ടിൽ കൊണ്ടുപോയിട്ട് ഒഴിക്കും, റോട്ടിലെ മണ്ണും പൊടിയൊക്കെ കളയാൻ വേണ്ടിയിട്ട്. അങ്ങനെ ചെയ്യുന്ന ഒരു നല്ല മനുഷ്യനാണ് ആര്? ചിരാഗരി. അങ്ങനെയുള്ള ചിരാഗരി നോക്കുക എന്താ സംഭവിച്ചത്? एक रोज दिल्ली के बड़े हाकिम हडसन साहब जब सड़क से अपने घोड़े पर सवार होकर निकल रहे थे. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം एक रोज दिल्ली के बड़े हाकिम, എന്താ പറയണത്?
ഡൽഹിയിലെ ഒരു പ്രധാനപ്പെട്ട ഒരു ഓഫീസറാണ്, അല്ലെ, ഒരു ഓഫീസറാണ്. റോസ് ദില്ലിക്ക്, അതായത് ഒരു ദിവസം ഡൽഹിയിലെ ഒരു പ്രധാനപ്പെട്ട ഓഫീസർ ബഡേ എന്താണ് ഹക്കീം, അദ്ദേഹത്തിന്റെ പേരെന്താ, ഹഡ്സൺ സാഹബ്. അദ്ദേഹത്തിന്റെ പേരെന്താ, പറയൂ, പേര് പറയൂ. ഹഡ്സൺ, ഹഡ്സൺ എന്നാണ് പേര്. അപ്പോ അദ്ദേഹത്തിന്റെ ബഹുമാന സാർ എന്ന് വിളിക്കുന്നത് എന്താണ്, ഈ സാഹബ് എന്ന് പറഞ്ഞത്. ഹഡ്സൺ സാഹബ്. അദ്ദേഹം എന്ത് ചെയ്യായിരുന്നു? जब सड़क से अपने घोड़े पर सवार होकर निकल रहे थे, അദ്ദേഹം തന്റെ കുതിരയുടെ പുറത്ത് ഇരുന്ന് സവാരി ചെയ്തു കൊണ്ടുപോവുകയായിരുന്നു. ചിരാഗ് അലി സടക്ക് സീഞ്ച് രഹാദ. ചിരാഗ് അലി എന്താ ചെയ്യണത് ആ സമയത്ത്? സടക്ക് സീഞ്ച് രഹാദ, ഈ റോഡിൽ ഇങ്ങനെ വെള്ളം, റോഡ് നനയ്ക്കുക, ജലസേചനം ചെയ്യണം. ഉസിനെ ഹഡ്സൺ സാഹിബ് കോ സലാം നഹി കിയ. അദ്ദേഹം ഹഡ്സൺ സാഹിബ് ഇങ്ങനെ അതിലെ കുതിരപ്പുറത്ത് ഇങ്ങനെ പോകുന്നുണ്ട്. ആ സമയത്ത് ഇദ്ദേഹം റോഡ് ഇങ്ങനെ നനയ്ക്കുന്നുണ്ട്. അങ്ങനെ ഹഡ്സൺ സാഹിബ് പോകുന്ന സമയത്ത് ഇദ്ദേഹം ഹഡ്സൺ സാഹിബിന് എന്ത് ചെയ്തില്ല? സലാം നഹി കിയ. അയാളെ കണ്ട് സല്യൂട്ട് അടിച്ചില്ല. അപ്പൊ അന്നത്തെ ഓരോ നിയമം പറഞ്ഞത് അല്ലേ, ബ്രിട്ടീഷുകാരായിട്ടുള്ള ഓഫീസർമാരിങ്ങനെ പോകുമ്പോൾ അവരെ കാണുമ്പോൾ തൊഴണം, സല്യൂട്ട് അടിക്കണം. ഇതൊക്കെയാണ് അന്നത്തെ നിയമങ്ങൾ. അപ്പൊ ഹഡ്സൺ സാഹിബിന് അദ്ദേഹം എന്ത് ചെയ്തില്ല? സലാം നഹി കിയ, അഭിവാദ്യം ചെയ്തില്ല. ഈശ്വർക്ക് ഗുൺഗാത്ത രഹ. അദ്ദേഹം സലാം ചെയ്യാൻ മറന്നുപോയി. കാരണം അദ്ദേഹം ഈശ്വരന്റെ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ പാടിയിട്ട് നടക്കരുത്, പാട്ടുപാടി ദൈവത്തിനെ കുറിച്ച് പുകഴ്ത്തി പാടി നടക്കണം. ഹഡ്സൺ സാഹിബ് കോ ജോ ഗുസായ. ഹഡ്സൺ സാഹിബിനെ ഉടനെ തന്നെ എന്ത് വന്നു? ഗുസായ, അല്ലെ, എന്താ വന്നത്? ദേഷ്യം വന്നു. ഉനോനെ അപ്പനി തൽവാർ സെ അബാഗെ ചിരാഗ് അലി കാ പേട്ട് ചീർ ഡാല और उसकी लाश दिल्ली दरवाजे पर ठाग दी. കണ്ടോ, അന്നത്തെ ആ ബ്രിട്ടീഷുകാരുടെ ക്രൂരതയാണ് ഇവിടെ പറയണത്. നോക്കുക അദ്ദേഹം ചെയ്ത് നോക്കുക, എന്താ ചെയ്ത്? ഹഡ്സൺ സാഹിബ് കോ ജോ ഗുസ്സായ ഉനോനെ അപ്പനി തൽവാർ സെ, അദ്ദേഹം തന്റെ തൽവാർ ഇങ്ങോട്ട് എടുത്തു. തൽവാർ എന്ന് പറഞ്ഞാൽ എന്താ? വാള്. ആ വാള് കൊണ്ട് അബാഗെ ചിരാഗ് അലി കെ കാ പേട്ട്, അബാഗെ നിർഭാഗ്യവാനാമായ ചിരാഗലി, ചിരാഗലിയുടെ കപ്പേട്ട്, അദ്ദേഹത്തിന്റെ വയറുണ്ടല്ലോ, വയറ് പേട്ട് എന്ന് പറഞ്ഞ വയറ്, ചീർഡാല, വയറങ്ങോട്ട് കീറിയാണ് പറഞ്ഞത്. അതായത് വാളുകൊണ്ടാണ്ട് കുത്തി വലിച്ചു. മനസ്സിലായ? സലാം ചെയ്യാത്തതിനാണ് ഇപ്പത്. ഓർ ഉസ്കി ലാഷ് ദില്ലി ദർവാസെ പർ ഢാങ് ദി. എന്നിട്ട് അവന്റെ ലാഷ്, ശവശരീരം, വയറുമ്പലൊക്കെ വാളെടുത്ത് കുത്തി ഇപ്പുറത്തുനിന്ന് കുത്തി അപ്പുറത്തേക്ക് കൊണ്ടുവന്ന പിന്നെ ആള് മരിക്കാനേ മാർഗുള്ളൂ. അപ്പോ അങ്ങനെയുള്ള അവന്റെ ശരീരം, ശവശരീരം എന്ത് ചെയ്തു? ദില്ലി ദർവാസ പർ ഢാഗ് ദി. ദില്ലി ദർവാസ എന്ന് പറഞ്ഞാൽ ഇന്ത്യ ഗേറ്റ് എന്നൊക്കെ പറയില്ലേ നമ്മള്. കേട്ടിട്ടാ? അത് ഇന്ത്യ ഗേറ്റ് കണ്ടിട്ടാ? ആ ഗേറ്റുമ്മ അദ്ദേഹം എന്ത് ചെയ്തു? അതന്നുണ്ട്. അത് അദ്ദേഹം കൊണ്ടുപോയിട്ട് അവിടെ തൂക്കിയിട്ടു. ആരുടെ? ഈ പറയുന്ന ചിരാഗലിയുടെ ശവശരീരം. ഇനി ഹഡ്സൺ സാഹബ് ബാദ്ഷാ ബഹാദൂർ ഷാ जफर के दोनों बेटों शहनशादा फजल और मिर्जा अबू बकर का भी खून कर उनके सिर दिल्ली दरवाजे पर लटका दिए गए थे. എന്താ പറയുന്നത്? ഇസീബ അക്ബർ ഷാ, സോറി അക്ബർ ഷാ അല്ല, ആരാ? ഹഡ്സൺ സാഹബ്. അദ്ദേഹം എന്ത് ചെയ്തു? വേറൊരു കാര്യം കൂടി ചെയ്തിട്ടുണ്ട്. എന്താണ് ആ കാര്യം? ബാദ്ഷാ ബഹാദൂർ ഷാ, അന്നത്തെ ചക്രവർത്തി ആയിരുന്ന ബഹാദൂർ ഷാ, അതായത് ഇവര് ബ്രിട്ടീഷുകാർ ഇന്ത്യയിലേക്ക് വരുന്ന സമയത്ത് അന്നുണ്ടായിരുന്ന ചക്രവർത്തിയായിരുന്ന ബഹാദൂർ ഷായുടെ മക്കളായിരുന്ന ദോനോ ബേട്ടോം, രണ്ട് മക്കള്. എന്തൊക്കെയാ അവരുടെ പേര്? ഷഹംഷാ ഫസൽ ഓർ മിർജ അബൂബക്കർ. ഷഹൻസാദ എന്നാണ് ഫസൽ എന്ന് പറയുന്ന ആള്, മിർജ അബൂബക്കർ എന്ന് പറയുന്ന രണ്ട് മക്കളുണ്ട്. അവരുടെ കാബി ഖൂൻ ഖർ, അവരെ കൂടി കൊന്നിട്ട്, ഉൻകെ സിർ, അവരുടെ തല അറുത്തിട്ട്,
ദില്ലി ദർവാസെ പർ ലട്കാ ദിയേ, അതിനെയും നമ്മുടെ ദില്ലിയുടെ അല്ലേ എന്താണ് ഡൽഹിയുടെ ഈ കവാടത്തിന്റെ അവിടെ കൊണ്ടുവന്ന് തൂക്കിയിട്ടു ആൾക്കാർ കാണാൻ വേണ്ടിയിട്ട്. മറ്റാളെ കൊന്നിട്ടു, ഇയാളെ എന്താണ് അപ്പുറത്തുമായിട്ട് ഇത് ഇയാൾ മറ്റാളുടെ തല കൊണ്ടുവന്ന് തൂക്കിയിട്ടു. നോക്ക, हडसन को हिंदुस्तानियों का खून करने का बेड़ो मसा आता. എന്നിട്ടോ എന്താ കാരണം ചോദിച്ചാൽ ഹഡ്സനെ സംബന്ധിച്ചിടത്തോളം ഹിന്ദുസ്ഥാനോക്കോ ഇന്ത്യക്കാരെ കൊന്നൊടുക്കുക എന്ന് പറഞ്ഞാൽ ഖൂൻ കർണേക്ക ബെഡാ മാസ, അയാൾക്ക് അതൊരു തമാശയായിരുന്നു, വിനോദമായിരുന്നു എന്നാ പറഞ്ഞത് അല്ലെ. നേരം പോകാനായിട്ടേ അയാൾക്ക് നേരം പോകണില്ല, വീട്ടിൽ നിന്നിട്ട് ഇങ്ങനെ നേരം പോകണില്ല. ചൂണ്ടനടി അയാൾ പുറത്തേക്ക് ഇറങ്ങി, എന്നിട്ട് കുറച്ച് എന്താ ഇന്ത്യക്കാരെ അങ്ങോട്ട് കണ്ടുപിടിച്ചിട്ട് അവരെന്ത് ചെയ്യും, അവരെ കണ്ട് തൂക്കിക്കൊണ്ടു, അവരെ കണ്ട് കൊന്നുകളഞ്ഞിട്ട് അവരുടെ ശവം കൊണ്ടുവന്നിട്ട് തൂക്കിടും. ഇതാണ് അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട വിനോദം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇനി ഒരു ഭാഗം കൂടി നമുക്കൊന്ന് എടുക്കാണ്ട്. അപ്പൊ അത് ഞാൻ അടുത്ത ക്ലാസ്സിൽ എടുക്കാട്ടെ. ഇതൊന്ന് വായിച്ചിട്ട് വരണം. അടുത്ത ക്ലാസ്സിൽ നമുക്കൊരു ടെസ്റ്റ് പേപ്പർ ഉണ്ടാവും കേട്ടാ. ആദ്യം തൊട്ടുണ്ടാവും കേട്ടാ ടെസ്റ്റ് പേപ്പർ കേട്ടാ. ആദ്യം തൊട്ട് ടെസ്റ്റ് പേപ്പർ വരെ അതന്നെ കേട്ടാ.